സുരേഷ് ഗോപിയെ ഈ കലിങ്കിലും കാപ്പിക്കടയിലും ഒക്കെ ഇറക്കി നിർത്തി ആൾക്കാരോട് വർത്തമാനം പറയിപ്പിക്കും. ആൾക്കാർ വാല്യൂ ചെയ്യണമെങ്കിലേ എന്തെങ്കിലും ഒരു 10 നയാ പൈസയുടെ സാധനം എടുത്ത് മുറ്റത്ത് വെക്കണം. മെട്രോ റെയിലിൻ്റെ എക്സ്റ്റൻഷൻ കൊണ്ടുപോവാ, എയിംസ് കൊണ്ടുപോവാ. ഇവിടെ നമ്മൾ കിനാരൂരിൽ 130 ഏക്കർ ഭൂമി കണ്ടെത്തിയിട്ടുണ്ടല്ലോ, ഹൈക്കോടതിയിൽ അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ. എന്താ തരാത്തെന്നാണ്? ആവശ്യമായ ഭൂമി കണ്ടെത്താത്തത് കൊണ്ടാണെന്ന് പറഞ്ഞു. ആവശ്യമായ ഭൂമി എവിടെയൊക്കെ ഉണ്ട്? ഗോരഖ്പൂർ IITക്ക് സർക്കാർ പെർമിഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ബീഹാറിൽ എയിംസിന് കൊടുത്തിട്ടുണ്ടല്ലോ, ബീഹാറിൽ എയിംസ് കൊടുത്തിട്ടുണ്ടല്ലോ. അവിടെ നമ്മൾ എടുത്തെടുത്തതിൻ്റെ ഇത്രയും ഭൂമിയില്ല. അപ്പോൾ ഭൂമി ഇല്ലാത്തതൊന്നുമല്ല ഇവരുടെ പ്രശ്നം, തരാൻ സൗകര്യമില്ല. അതിനിടയ്ക്ക് തിരുവനന്തപുരത്താണ് വേണ്ടതെന്നൊരു അഭിപ്രായം BJPയിലെ കുറേ പേർക്കുണ്ട്. തിരുവനന്തപുരത്താണ് വേണ്ടതെന്ന് BJPയുടെ സ്റ്റേറ്റ് കമ്മിറ്റിക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് വേണ്ടെന്നാണ് സുരേഷ് ഗോപിയുടെ അഭിപ്രായം. കാരണം BJP സ്റ്റേറ്റ് കമ്മിറ്റിയുടെ അഭിപ്രായം നടപ്പിലാക്കാനിരിക്കുന്ന ആളല്ല അദ്ദേഹം. അത് സ്റ്റേറ്റ് കമ്മിറ്റി അദ്ദേഹത്തിന് വലിയ ബന്ധമൊന്നുമില്ല. അദ്ദേഹം മാരാർ ദീപാവലി പോലും പോകാറില്ല. ആകെ ഒരു തവണയും കണ്ടാണ് വലിയ വിവാദം ഉണ്ടായതിനു ശേഷം പോയത്. അദ്ദേഹം ഇവരോട് വലിയ കമ്മ്യൂണിക്കേഷനേ പോകാറില്ല. എൻ്റെ നേരിട്ടുള്ള ബന്ധം അമിത്ഷായായിട്ടും മോദിയായിട്ടാണ് അദ്ദേഹം എപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇവരൊന്നും വന്ന് അദ്ദേഹം മൈൻഡ് ചെയ്ത് പോലുമില്ല. സുരേന്ദ്രനൊന്നും അദ്ദേഹം മൈൻഡ് ചെയ്ത് എടുത്ത് നമുക്കില്ല. ഇപ്പോഴത്തെ സ്റ്റേറ്റ് ലീഡർഷിപ്പിനോട് അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടാവില്ല. സ്റ്റേറ്റ് ലീഡർഷിപ്പ് ഒരു കാര്യം പ്രഖ്യാപിക്കുന്നു, അദ്ദേഹം വേറൊന്ന് പ്രഖ്യാപിക്കുന്നു. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരൻ ഇന്നലെ NDTVയോട് പറഞ്ഞതാണ്, ഇദ്ദേഹം എയിംസിനെ കുറിച്ച് പറഞ്ഞത് ഞങ്ങളുടെ നിലപാടൊന്നുമല്ല എന്നാണ്. അപ്പോൾ ഏതോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കുക, സുരേഷ് ഗോപിയെ ഈ കലിങ്കിലും കാപ്പിക്കടയിലും ഒക്കെ ഇറക്കി നിർത്തി ആൾക്കാരോട് വർത്തമാനം പറയിപ്പിക്കും. ആൾക്കാർ വാല്യൂ ചെയ്യണമെങ്കിലേ എന്തെങ്കിലും ഒരു 10 നയാ പൈസയുടെ സാധനം എടുത്ത് മുറ്റത്ത് വെക്കണം. ഞാൻ കൊണ്ടുവന്നതാണ് എന്ന് പറയണം. ഞാൻ വാഗ്ദത്തം ചെയ്ത എയിംസ് ഞാൻ തൃശ്ശൂർ കൊണ്ടുവരുമെന്ന് പറഞ്ഞത് എയിംസ് പോട്ടെ, അദ്ദേഹം ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമെങ്കിലും അവിടെ കൊണ്ടുവരണം. ഏത് കേന്ദ്രത്തിൽ നിന്നുള്ളത് ഇവിടെ കൊണ്ടുവരണം. എന്നിട്ട് വേണം പറയാൻ ഞാൻ ഇത് ചെയ്തു, നാളെ മറ്റേതും ചെയ്യുമെന്ന് പറയാൻ. അത് വയനാട് പോലെ നമ്മൾ ദുരിതം അനുഭവിക്കുന്ന ഒരു സ്ഥലത്ത് നമുക്ക് പൈസയില്ല, ബാക്കി എല്ലാ സംസ്ഥാനങ്ങൾക്കും പൈസയുണ്ട്. നമ്മുടെ ഈ പറഞ്ഞ വിഹിതങ്ങൾ അനുവദിക്കുന്നതിൽ നമ്മളെ തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമുക്ക് തരേണ്ട പ്രത്യേകമായ ആനുകൂല്യങ്ങൾ, നമ്മൾ ആവശ്യപ്പെടുന്ന പ്രത്യേകമായ ബജറ്റ് അലോക്കേഷൻസ് ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഡയലോഗ് അടിക്കുക മാത്രം ചെയ്യുകയാണ്. കുറച്ച് മനുഷ്യന് മനസ്സിലാവില്ലേ ഈ പറഞ്ഞ ഡയലോഗ് അടി? പിന്നെ ഈ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ അയിത്ത ഘോഷയാത്ര മനുഷ്യന്മാരെ തൊടാതെയുള്ള. അതുകൊണ്ട് ഈ കലിങ്കായാലും കൊള്ളാം, കാപ്പിക്കച്ചവടമായാലും എന്തായാലും കൊള്ളാം, ജനം എന്താണ് നിങ്ങളുടെ കോൺട്രിബ്യൂഷൻ എന്ന് വാല്യൂ ചെയ്യുന്ന പോയിന്റിൽ സുരേഷ് ഗോപിയുടെ എല്ലാ ഡയലോഗും വ്യർത്ഥമാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് കാര്യമായ ഗുണം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ, ഒരു സ്ഥലത്തൊരു മനുഷ്യൻ വിജയിച്ച മോഡൽ അപ്പുറത്ത് വെച്ചിട്ടില്ല അപ്പുറത്തും നേട്ടം ഉണ്ടാക്കേണ്ടത്. അതുകൊണ്ട് വിജയിച്ച മോഡലാണോ സുരേഷ് ഗോപി എന്ന് സുരേഷ് ഗോപിയെ വെച്ചിട്ട് പ്ലാൻ ചെയ്യുന്ന PR കമ്പനി ആലോചിക്കട്ടെ എന്ന് ഞാൻ പറയാം.